ഹായ് കൂട്ടുകാരെ, ഇപ്പൊ കുറച്ച് നാളുകളായി നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ വെറുതെ വെറുതെ ഇരിക്കുകയല്ല. കട ഇപ്പം കടയിൽ ഒരു തിരക്കാവുകൊണ്ട് നമ്മൾ പുറത്ത് പോക്കോ അങ്ങനെ ഫുഡ് അടിക്കോ അങ്ങനെ ഒന്നുമില്ല, പരിപാടികളൊന്നുമില്ല. നേരെ വീട് കട, നേരെ വീട് കട. ഞായറാഴ്ച പോലും നമ്മൾ മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കത്തില്ല, നേരെ കടയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും നമ്മളെ കാറി കയറ്റാ ഇനി നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ കാറി കയറ്റാ വന്നു. അതായത് നമ്മളെ വൈഫിന്റെ വീട്ടിലായിരുന്നു, അവിടെ നേരെ കാർ എടുത്തുകൊണ്ട് വീട്ടിൽ വരണം. അപ്പം അമ്മയും അവരെല്ലാരും കൂടെ റോഡിൽ കയറി നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾക്ക് ചെറിയൊരു, അതായത് നമ്മള് ആറ്റുമിലോട്ട് പോയി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. കഴിക്കാൻ പോയിട്ട് എല്ലാം കഴിച്ചു. അതാണ് നമ്മള് നേരെ ഉണ്ട്, അപ്പയുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛാമ്മുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് നോൺ വെജ് അല്ല, വെജ് ആണ് കഴിക്കാൻ പോണത്. അപ്പം അച്ഛനുണ്ട്, എല്ലാരും ഉണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ അടുത്ത് ആറ്റിങ്ങിനടുത്ത് ആര്യാസ് ഉണ്ട് കേട്ടോ, ശരവണ പോകണമെന്ന് പറഞ്ഞാൽ ആര്യാസ് ഉണ്ട്. നമ്മളെല്ലാരും കൂടെ അവിടെ അങ്ങനെ പോയിരുന്ന ഫുഡ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും അതായത് മുത്തശ്ശി മാത്രമേ വീട്ടിലുള്ളൂ, മുത്തശ്ശി വരത്തില്ല. മുത്തശ്ശി അതിന്റെ ഇടയിൽ ഒരു തന്നെ ഐസ്ക്രീം കുടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 2 കൂട്ടർക്കും ഒരു ഐസ്ക്രീം കൊടുത്തു. ഇനിയിപ്പം ഫുഡ് അടിക്കുന്ന കാര്യം വളരെ പാടാണ്, കാരണം ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം ഒന്നും എടുക്കത്തില്ല അവർ. അങ്ങനെ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് ഫുഡ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഏത് ഹോട്ടലിൽ കയറിയാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എന്ത് ഓർഡർ ചെയ്യണം. വെജ് ആയാലും നോൺ വെജ് ആയാലും നമ്മൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കാണും, ഇന്നത് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സഡ് ഓർഡർ ചെയ്ത്, അതായത് ചപ്പാത്തി ഒരു പ്ലേറ്റ്, നമ്മളെ ഗീ റൈസ് ഒരു പ്ലേറ്റ്, പ്ലെയിൻ ദോശ, അങ്ങനെ ഐറ്റംസ് ഓരോ പ്ലേറ്റ് വെച്ച് അപ്പോൾ ഷെയർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിനിടയിൽ വേറൊരു കാര്യം കിട്ടും, ഈ ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. കഴിച്ച് തീരാറായപ്പോഴാണ് വീഡിയോ എടുത്തത്. ആദ്യക്കൂട്ടം ശകല കഴിച്ചോളൂ. ആദ്യക്കൂട്ടം സ്ഥിരം ഉള്ളതെന്ന് വെച്ചാൽ കഴിച്ച് തീരാൻ നേരത്താണ് വേണമെന്ന് പറയണത്. അപ്പൊ നമ്മളിപ്പം ഇടയ്ക്കെങ്കിലും ഇപ്പൊ ഇങ്ങനെ പോയില്ലെങ്കിൽ അതാ നമ്മൾ ഇത്രയും നാള് പോയിട്ട് നമ്മള് ഇങ്ങനെ ഒരു എന്ത് കണക്കും, അതാണ് നമ്മൾ ഇന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നമ്മളിനി ഇതാ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോയി ഇനി സുഖമായിട്ട് ഉറങ്ങാം. വീണ്ടും രാവിലെ കട തുറക്കുക, അത് തന്നെ. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയത്. അപ്പം നമുക്കിപ്പം തിരക്ക്. അപ്പോൾ ഓക്കെ, ബൈ.